ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ട് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കടലുണ്ടി എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഓർമ്മ വരുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം തന്നെയാണ്. അപ്പം ഞാനും ആക്ച്വലി അത് കാണണം എന്ന് വിചാരിച്ചിട്ടും അത് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്, വീഡിയോ എടുക്കണം എന്നൊക്കെ. പക്ഷെ ഇവിടെ എത്തിയപ്പം എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്കതിന് ഇപ്പോൾ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് കടലുണ്ടി ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ബോട്ട് സൗകര്യമുണ്ട്, ബോട്ടിലൊക്കെ പോകാം. അതിന് അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പക്ഷികളുള്ള സ്ഥലത്ത്, അതായത് പക്ഷി സങ്കേതത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഈ സമയത്ത് അത് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് റീലൊക്കെ എടുത്തിട്ട് മടങ്ങാൻ പിന്നെ ഒരു ദിവസം അത് വീഡിയോ എടുക്കാനായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പം നിലവിൽ ഈ നമ്മുടെ കടലുണ്ടി ഐലൻഡിൽ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പം കണ്ടൽക്കാടുകളാൽ സമൃദ്ധമായ ഒരു സ്ഥലമാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ ഈ ബോട്ട് സർവീസ്, ബോട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടൽക്കാടിനുള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകാൻ സാധിക്കും. കാടിനുള്ളിൽ കൂടെയൊക്കെ പോയിട്ട് ഈ പക്ഷികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, വേറെ കുറച്ച് എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഈ ബോട്ട് സർവീസിന് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവർ നമുക്ക് പൊരിച്ചോ ഗ്രില്ലൊക്കെ ചെയ്ത് തരും. നമ്മൾ പറയുന്ന മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു അവധിക്കാലം, അപ്പോൾ ഇനിയിപ്പം അവധിക്കാലമാണല്ലോ അല്ലേ, അവധിക്കാലത്തിൻ്റെ ആ ഒരു ആഘോഷമാണ്. അപ്പോൾ ഒരു അവധിക്കാലം ചെറിയ രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്, കടലുണ്ടി ഈ ഐലൻഡ്. അപ്പം അത് നിറച്ച് നമ്മൾ അന്യം നിന്ന് പോകുന്ന നമ്മുടെ കണ്ടൽക്കാടുകളാൽ സമൃദ്ധമായൊരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഞാൻ എന്തായാലും പിന്നീട് ഒരു ദിവസം ഇവിടെ വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അഷിതയിലേക്കുള്ള വീഡിയോസ് എടുക്കും. അന്ന് ഞാൻ എന്താ പറയുക, ബോട്ടിലൊക്കെ പോകും, ബോട്ടിൽ നിന്ന് വേറെ വീഡിയോസൊക്കെ എടുക്കും, അടിപൊളിയാക്കും. ഇന്ന് എനിക്കതിന് സാധിച്ചില്ല. പക്ഷെ സാധിക്കാത്തതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. സ്ഥലങ്ങളൊക്കെ കുറച്ച് കാണുകയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം പിന്നെ വീണ്ടും ഇന്ന് നല്ല വീഡിയോ ആയിട്ട്, അതായത് നമ്മുടെ കടലുണ്ടി പക്ഷി സങ്കേതത്തിൻ്റെയും ബോട്ടിങ്ങൊക്കെ ആയിട്ട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. അപ്പം അതുവരെ എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ ഈ വീഡിയോ അതായത് നമ്മൾ എടുക്കുന്നതിന് വീഡിയോ അഷിത എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവും, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.